നീ പറഞ്ഞു ഞാൻ ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് വെച്ചാൽ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇവർ ഭയങ്കര ഹാപ്പി, ഇവർ നല്ല വൈബും, ഇവർ ഗ്യാങ്ങിൽ നമുക്ക് എങ്ങനെയും കയറണം, ഇങ്ങനത്തെ കുറേ കമൻസും ഇങ്ങനത്തെ കുറേ റിക്വസ്റ്റുള്ള ചോദ്യങ്ങൾ എനിക്കും വരുന്നത് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. ബ്രോ ഒന്ന് നിങ്ങൾ ഗ്യാങ്ങിൽ കയറ്റും, നിങ്ങൾ ഗ്യാങ് നല്ല വൈബാണ്, അടിപൊളിയാണ്, എനിക്ക് കൂടി കയറ്റിയിട്ട് സന്തോഷിക്കണം. ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് അന്നെ വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം 2.5 വർഷത്തോളമായിട്ട് അവിടെ എനിക്ക് ഒരു ഹാപ്പി നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ഷെമീനോട് ചോദിച്ചാൽ അറിയാം, ജാസിനോട് എല്ലാവരും അതങ്ങനെയാണ്. കാരണം നമ്മൾ അഭിനയിക്കാം, അതായത് ഞാൻ ശരിക്കും 2 കൊല്ലം നമ്മൾ അന്നോട് പറയാം, ശരിക്കും നമ്മൾ അവിടെ കാണുന്നത് ശരിക്കും അടിമയായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഇവന്റെ കയ്യിൽ ജോലി ചെയ്യുന്ന ഒരു ആളായിട്ടാണ് അന്യം കാണുന്നത്, ഷെമീറിനെ കാണുന്നത്, ബാക്കിയുള്ള കാരണം നമുക്ക് ഒരു മലയാളം അറിയുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്, അതിൽ വലിയ തെറ്റൊന്നും എനിക്ക് തോന്നില്ല. അങ്ങനെ കാണാം, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണാം, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓനോട് വർക്ക് ചെയ്യുന്ന നമുക്ക് എൻ്റെ സിസ്റ്റർ ഒരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് ഒരു കാര്യം വരുമ്പോൾ, എൻ്റെ വീട് ചോർന്ന് വിളിക്കുമ്പോൾ 2 രൂപ തരാൻ തരണ്ടേ നമുക്ക് മനസ്സിലായി. നമുക്ക് 2 രൂപ തന്നായി പറഞ്ഞ പോലെ ഈ പറയുന്നത് നമുക്ക് കേട്ടോ സഹിച്ചോ കൊണ്ടോ നമുക്ക് നിൽക്കാം. ഈ പറഞ്ഞ എല്ലാ ബുള്ളിങ്ങും എല്ലാം നമുക്ക് സഹിക്കാം. പക്ഷേ 2 രൂപ നമുക്ക് അവിടെ നമ്മൾ എടുക്കുന്ന പണിക്കോ വന്നാൽ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അവരുടെ ലൈഫ് പോയി പെർഫോം ചെയ്തതിനുള്ള റവന്യൂ പൈസ ഒന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചെയ്തതിനുള്ള ഇതിനൊരു 5000 രൂപയെങ്കിലും മാസം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതേപോലെ വന്ന് പറയാൻ ഞാൻ നിൽക്കില്ലായിരുന്നു. അപ്പോൾ തൊപ്പി നമ്മുടെ 2K കിഡ്സിൻ്റെ കൺകണ്ട ഗെയിമിംഗ് ദൈവമായിട്ടുള്ള തൊപ്പി ആൻഡ് ഗ്യാങ്, തൊപ്പിയും ഗ്യാങ്ങും തല്ലി പിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ചായിട്ട് അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് അറിയുന്നതായിരുന്നു. അപ്പം തൊപ്പീൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഗ്യാങ്ങിലെ മെയിൻ താരങ്ങളുമായിട്ടുള്ള ഷമീർ ആൻഡ് മമ്മു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് വന്നു, ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് വന്നു. അതിൽ പറയുന്നത് തൊപ്പീനെ കുറിച്ച് ഞെട്ടിക്കുന്ന, വളരെ അധികം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു സ്ക്രിപ്റ്റാണ്, ഇവരുടെ ഒരു നാടകമാണോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതേപോലുള്ള പല 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 നാടകങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതൊന്നും അങ്ങനെ കണ്ണും അടച്ച് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. എന്നിരുന്നാലും ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഈ തൊപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, തൊപ്പി എന്നല്ല പേരിടേണ്ടത്, മാസ്ക് എന്ന് വേണം പുള്ളിക്ക് പേരിടാൻ വേണ്ടി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ ഇപ്പം മാന്യനാണ്, നല്ലവനാണ്, എന്താ പറയുക, ദാനശീലനാണ് എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരാളാണ് തൊപ്പി ഇപ്പോൾ നിലവിൽ. ആദ്യകാലങ്ങളിൽ പച്ചത്തെറിയും പറഞ്ഞ് ലൈവിൽ വന്ന് ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് കുറേ കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അതിനുശേഷം ഭയങ്കര ഫാൻസ് കൂടുകയും, അങ്ങനെ തൊപ്പിന് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറിവിളിയായി. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തൊപ്പി എന്ത് വൃത്തികേട് ചെയ്തിട്ടില്ലെങ്കിലും അവനെതിരെ ഒരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ അവനെതിരെ ഒരു കമൻറ്റ് പറയാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ ഇവരൊരു ഗ്യാങ് ഉണ്ടാക്കി, ലൈവ് സ്ട്രീമിംഗ് എല്ലാം തുടങ്ങി. ആ ഗ്യാങ്ങിൻ്റെ പരിപാടികളും കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും, ഓ ഇവരെന്തൊരു അടിപൊളിയാണ്, അടിച്ച് പൊളിച്ചുള്ള ജീവിതമാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇവരെ എല്ലാം ഇങ്ങനെ പൊക്കി, അവരുടെ ആ ഒരു സന്തോഷത്തിൽ മതിമറന്ന് അല്ലെങ്കിൽ അതിൽ അസൂയപ്പെട്ട് നടക്കുന്ന ഒരു സമയത്താണ് ഇവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നുള്ള കാര്യം പുറത്തു വരുന്നത്. അങ്ങനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ മമ്മും ഷമീറും വന്നിട്ട് ലൈവിൽ പറയുകയാണ് ഇവർ നേരിടേണ്ടി വന്നിട്ടുള്ള ക്രൂരതയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവർ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടുകാരെ പറ്റിച്ച്, ഇത് കണ്ടുകൊണ്ടിരുന്ന പാവം ചെറിയ പിള്ളേരെ പറ്റിച്ച്, എല്ലാം പറ്റിച്ച് കഴിഞ്ഞിട്ട് 2-2.5 വർഷം അവൻ്റെ അടിമയായിട്ട് നിന്നിട്ട് ഇപ്പം വന്നിട്ട് കരയുന്ന കാണുമ്പോൾ ഒരു ചിരി വരുന്നു, അത്രേ ഉള്ളൂ. അതിൽ നിങ്ങൾ വെറുതെ ഇനിയിപ്പം അയ്യോ ഞാൻ കളിയാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് വരാൻ നിൽക്കണ്ട. കാരണം ഇതിൽ മമ്മു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഫുള്ള് വീഡിയോ വെക്കുന്നില്ല കാരണം നിങ്ങൾ പല സ്ഥലത്ത് ഇത് കണ്ടിട്ടുണ്ടാവും. ഇതിൽ മമ്മു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചങ്ങായി പറയുന്നൊരു കാര്യമുണ്ട്, 2.5 വർഷമായിട്ട് എനിക്ക് 5ൻ്റെ പൈസ തന്നിട്ടില്ല, അവൻ്റെ ആട്ടും തുപ്പും കൊണ്ട് അവൻ്റെ ഹെഡ് വരെയും അലക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്നിരുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ 2.5 വർഷം വേണ്ടി വന്നോ ഈ ഒരു ആട്ടും തുപ്പും വേണ്ട എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്? അവിടെ ജയിലൊന്നും അല്ലല്ലോ എന്തായാലും. അപ്പോൾ എന്താണ്, കുറച്ച് ഫെയിമും കുറച്ച് എന്താ പറയുക എൻ്റർടൈൻമെൻറ്റും കുറച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുന്നു, പുതിയ ഡ്രസ്സ് ഇടുന്നു, കറങ്ങുന്നു, അതാക്കുന്നു ഇതാക്കുന്നു. ആ സമയത്ത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച സമയത്ത് മൊത്തത്തിൽ ഒടക്കായതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇവരുടെ മൊത്തത്തിലുള്ള ഉഡായിപ്പാണ്, ഒരു സ്ക്രിപ്റ്റാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മൊത്തത്തിൽ ഈ പറയുന്ന തൊപ്പി എന്ന് പറഞ്ഞ ആൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടെല്ലാം പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ കുറച്ച് റീച്ച് കുറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ എന്നും പറയാൻ പറ്റില്ല. എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പം ഇതിന് മറുപടിയായിട്ട് നമ്മുടെ തൊപ്പിയും മറ്റേ റാംബോയും ടീമും എല്ലാം വരും. അപ്പോൾ നമുക്കറിയാം കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. സോഷ്യൽ മീഡിയയിൽ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ഈ പറയുന്ന വീഡിയോസും ഈ പറയുന്ന ഫെയിമും പരിപാടിയെല്ലാം കണ്ടിട്ട് ഇവന്മാർക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കാനും ഇവന്മാർക്ക് വേണ്ടിയിട്ട് തെറി പറയാനും പോകുമ്പം നിങ്ങളൊന്ന് ആലോചിച്ചോ, വെറുതെയാണ്. ഇന്നിപ്പോൾ സൂപ്പറായിട്ട് നടക്കുന്നതാണെങ്കിൽ നാളെ ചിലപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും. ഇത് തന്നെയാണ് പ്രശ്നം. പിന്നെ
ഇവർ ഭയങ്കര ഹൈയിൽ നിൽക്കുന്ന സമയത്ത് ഇവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചോ, ആ സമയത്ത് ഇവർ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴത്തേക്ക് ഈ വെട്ടുകിളിക്കൂട്ടങ്ങൾ, അതായത് ഫാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടീമില്ലേ, ഈ ടീം വന്നിട്ട് ഈ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തവനെതിരെ അറ്റാക്ക് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇവന്മാർ എന്തെങ്കിലും പണ്ടാരം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ച് വിടുന്ന പരിപാടിയാണ്. കാരണം വെറുതെ എന്തിനു വഴി കൂടെ പോകുന്ന ഏണി തലയിലെടുത്ത് വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പീൻ്റെ ഗ്യാങ്ങും തമ്മിൽ തെറ്റി. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ലാതിരുന്ന അല്ലെങ്കിൽ ആരും അറിയാണ്ടിരുന്ന ഇവന്മാരെല്ലാം ഈ മമ്മൂനെ പോലുള്ള ടീമിനെ എല്ലാം പിടിച്ച് ഇവൻ്റെ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പരിചയപ്പെടുത്തി കൊടുത്തത് തൊപ്പി തന്നെയാണ്. പിന്നെ 5 പൈസ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നെല്ലാം പറയുമ്പം അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. എന്നാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊപ്പി നീ ഒരു ഒന്നൊന്നര മുതൽ തന്നെ കേട്ടാ. എന്തൊരു അഭിനയമാണ്. ഇപ്പം വന്നിട്ട് ഭയങ്കര നന്മപരമാണ്, ഭയങ്കര ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു, അങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ, അതായത് പുകമറ സൃഷ്ടിച്ച് ആളുകളുടെ മുമ്പിൽ ഞാൻ നല്ല 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 മനുഷ്യനാണ് എന്നുള്ള കാണിച്ചിട്ട് സ്വന്തം ഗ്യാങ്ങിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു എന്താ പറയുക ഒരു ബൂർഷ മുതലാളിയായിരുന്നല്ലേ. സത്യമാണോ എന്തോ, എന്തായാലും അറിയാം. അടുത്ത ദിവസങ്ങളിൽ എന്തായാലും വരും, ലൈവായിട്ട് വരും. അപ്പോൾ നമുക്ക് കാണാം. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം ഇവന്മാരെല്ലാവരും കൂടെ വീണ്ടും ഒന്നാകും. പിന്നെ ഇവന്മാർക്കെതിരെ നമ്മൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇവന്മാർക്കെതിരെ വീഡിയോ ചെയ്തവരെ ആയിരിക്കും കുറ്റക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ഈ വന്ന് പറഞ്ഞത് നമുക്ക് കണ്ണും അടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. നാളെ ഇവർ മാറ്റി പറയൂല എന്നുള്ള യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്, അപ്പോൾ ഈ തൊപ്പി എന്ന് പറയുമ്പോൾ പലർക്കും ചിലപ്പം അറിയാത്തവരൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ തൊപ്പി എന്ന് പറയുന്നത് ലൈവ് സ്ട്രീം എല്ലാം ചെയ്തിട്ട് കുട്ടികൾക്കിടയിലും അല്ലെങ്കിൽ ഈ ടീനേജേഴ്സിൻ്റെ ഇടയിലെല്ലാം ഭയങ്കര ഒരു വലിയൊരു ഫാൻ ബേസ് സൃഷ്ടിച്ചെടുത്ത ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഈ ചങ്ങായി ആദ്യകാലങ്ങളിൽ ഭയങ്കര തെറിയെല്ലാം വിളിച്ചുകൊണ്ടുള്ള ലൈവായിരുന്നു. പിന്നീട് പുള്ളി നന്മമരത്തിലേക്ക് മാറി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എന്താ പറയുക മയക്കുമരുന്ന് കേസിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നല്ല ഊരി വന്നു. അതൊന്നും പുള്ളി ചെയ്തതല്ല, പുള്ളി പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് ഊരി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി ഒരു 10 പാവപ്പെട്ട കുറച്ച് പിള്ളേരെ ചേർത്തിട്ട്, അതായത് വീട്ടിൽ സാമ്പത്തികമായിട്ട് എന്താ പറയുക വലിയ ഇതില്ലാത്തവരാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരു 10 പേരെ ചേർത്തൊരു ഗ്യാങ് ഉണ്ടാക്കി അങ്ങനെ ലൈവ് സ്ട്രീം തുടങ്ങി. അങ്ങനെ ആ ലൈവ് സ്ട്രീമിൽ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഇവന് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരാണ് ഈ പറയുന്ന മമ്മും ഷമീറും എല്ലാം. അവരാണ് ഇപ്പം വന്നിട്ട് ഇതേ ആൾക്കെതിരെ ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യുന്നത്. ഇവർ പറയുന്ന ആ മമ്മൽ പറയുന്നത് എന്താ, ഇവൻ്റെ ഷഡ്ഡി കഴുകി കൊടുക്കണം, ഒരാഴ്ചത്തെ ഷഡ്ഡി. അതൊക്കെ കേൾക്കുമ്പോഴാണ് ഒരു ലോജിക്കില്ലാത്തൊരു പരാതിയാണല്ലോ എന്ന് തോന്നുന്നത്. പക്ഷെ പറയാൻ പറ്റൂലേ, ഇവന്മാരുടെയൊക്കെ കാര്യമല്ലേ. അതായത് ഈ പറയുന്ന തൊപ്പീൻ്റെയും ബാക്കി 1-2 പേരുടെയൊക്കെ ഷഡ്ഡി കഴുകി കൊടുക്കലാണ് ഇവൻ്റെ പണി. എന്നിട്ടും ഇവനൊരു 2000 രൂപ പോലും എന്താ പറയുക ശമ്പളം കൊടുക്കുന്നില്ല. പക്ഷേ ഇവന്മാരിടുന്ന കോസ്റ്റ്യൂമും പരിപാടിയെല്ലാം കാണുമ്പോൾ ഇവനൊന്നും ശമ്പളം കിട്ടാത്തവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പപ്സ് വാങ്ങി തിന്നുമ്പം വരെയും കണക്ക് പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവന്മാരൊക്കെ ഇടുന്ന ഈ ഡ്രസ്സിൻ്റെയും ഷൂവിൻ്റെയും മറ്റേ കളർ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ എല്ലാം പൈസ എവിടെ നിന്ന് കിട്ടുന്നതാണോ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഇതിലെന്തൊക്കെയോ തരികിട പരിപാടികളുണ്ട്. ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അറിയാം കറക്റ്റായിട്ടുള്ള പരിപാടി. ഇതിപ്പോൾ സത്യമാണെങ്കിൽ തൊപ്പി അടി കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം. തൊപ്പി അങ്ങനെ ഇപ്പോൾ എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ എയറിൽ നിന്ന് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് പറയുമ്പോഴാണ്, എയറിൻ്റെ കാര്യം പറയുമ്പോഴാണ്, ഇപ്പോൾ ഏതായാലും ബിഗ് ബോസ് സീസൺ 8 വരാൻ വേണ്ടി തുടങ്ങുകയാണ്. ഈ ഒരു സീസണിൽ തൊപ്പി വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു മുന്നൊരുക്കമാണോ ഈ ഒരു കോൺട്രവേഴ്സി എന്നുള്ള കാര്യം കൂടി എനിക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. വെറുതെ നമുക്ക് പറഞ്ഞു വെക്കാം, ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഈ പറയുന്ന തൊപ്പി ഉണ്ടെങ്കിൽ ഇവന്മാരിത് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇവന്മാർ അത്യാവശ്യം എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി അല്ലെങ്കിൽ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കി വിട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. അല്ലാണ്ട് സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഈ പറയുന്ന മമ്മൂനാണെങ്കിലും ഷമീറിനാണെങ്കിലും ഇവർ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂം ആണെങ്കിലും ഇവർ യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് എവിടുന്ന് പൈസ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളത്. 2000 രൂപ പോലും ഇവർക്ക് മാസം കൊടുക്കുന്നില്ലായിരുന്നു. 2-2.5 വർഷം ഒരു 5 പൈസ പോലും കയ്യിലില്ലാണ്ട് എങ്ങനെ ഇവർ അവിടെ അങ്ങനെ നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇനിയിപ്പോൾ നേരെ മറിച്ച് ഈ പറയുന്ന തൊപ്പി ഇവർ പറഞ്ഞ പോലെ തന്നെ ആണെങ്കിൽ തൊപ്പി ഒരു ഭീകരൻ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ 2-2.5 വർഷം വേറെ വല്ല പണിക്കും പോയിരുന്നെങ്കിൽ അത്യാവശ്യം പൈസയൊക്കെ ആക്കി വീടൊക്കെ നോക്കി നടക്കാമായിരുന്നു എന്ന് ഇപ്പം മമ്മൂന് തോന്നുന്നുണ്ടെങ്കിൽ നാളെ മുതൽ പണിക്ക് പോകും. ഓക്കെ.